ഞാനിപ്പോ നിൽക്കുന്നത് ഒരുപാട് തിളക്കങ്ങൾ എന്റെ പുറകിൽ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ. ഒരു ഒരു തിളക്കമുള്ളൊരു ലോകത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഈ മിന്നണ ലൈറ്റുകളുടെ തിളക്കം മാത്രമല്ല, പലരുടെയും എന്താ പറയാ ജീവിതത്തിലെ തിളക്കമാർന്ന നിമിഷങ്ങൾ വളരെ ഭംഗിയായിട്ടുള്ള ട്രോഫികളാക്കിയിട്ട് അവരുടെ കൈകളിലേക്ക് എത്തിക്കണ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി സുപ്രിയയുടെ മുദ്രാലയം പ്രിന്റിംഗ് പ്രസ് ആൻഡ് ട്രോഫീസിലാണ് ഞാൻ തളിക്കൊളുത്ത്. അപ്പൊ ഇവിടേക്കാണ് വന്ന് കയറിയപ്പോ തന്നെ ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞി ട്രോഫി ഞാൻ കണ്ടു. മുദ്രാലയം എഴുത്തിന്റെ ഒരു സംഗതിയാണ്. അപ്പൊ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോ സുപ്രിയായിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞൊരു കാര്യം, അക്ഷരങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ട് ആദരങ്ങളിൽ എത്തിയിട്ട് നിൽക്കുകയാണ്. ഈ ഒരു നിമിഷത്തിന് വളരെ പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാ ഇത് മുദ്രാലയത്തിന്റെ യാത്രയില് 25 വർഷം എത്തി നിൽക്കണം, രജത ജൂബിലിയിൽ എത്തി നിൽക്കണ ഒരു വർഷമാണിത്. അപ്പോ സുപ്രിയയുടെ ഈ ഒരു എന്താ പറയാ ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള അധ്വാനത്തിന്റെയും കഠിനാധ്വാനത്തിന്റെന്ന് തന്നെ പറയുന്നത്, കഠിനാധ്വാനത്തിന്റെയും ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനത്തിന്റെയും ഒക്കെ ഫലമായിട്ടാണ് ഇന്ന് മുദ്രാലയം ഇങ്ങനെ ഒരു രജത ജൂബിലിയുടെ തിളക്കത്തില് ഇവിടെ തിളങ്ങിക്കൊണ്ട് തന്നെ നിൽക്കണം. അപ്പൊ ഏറ്റവും ആദ്യം എനിക്ക് വളരെ ഔപചാരികമായിട്ട് സുപ്രിയയോട് ആശംസകൾ അറിയിക്കാനാണുള്ളത്. മുദ്രാലയത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഒരുപാട് വർഷത്തെ പരിചയമാണ് ഞാൻ സുപ്രിയയും കൂടെ. അപ്പോ തുടക്കം മുതല് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, സാധാരണഗതിക്ക് സ്ത്രീകൾ അധികം കടന്നു ചെല്ലാൻ താല്പര്യം കാണിക്കാത്ത ഒരു മേഖലയാണ് ഈ പ്രിന്റിങ് എന്നുള്ള അങ്ങനത്തെ പ്രസിന്റെ ഒക്കെ ഒരു മേഖലയിൽ. ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ലേ ഒരുപാട് സ്ത്രീകൾ ഇത്തരം സംരംഭങ്ങളുണ്ട്. അപ്പൊ അത് തന്നെ ഒരു പ്രത്യേകതയാണ്. ഒരു സ്ത്രീ സംരംഭക ഇത്തരം ഒരു ഉദ്യമത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. ഒരുപാട് കഥകള് പിന്നീട് നിങ്ങൾ സുപ്രിയയുടെ വാക്കുകളിലൂടെ തന്നെ കേൾക്കാനിരിക്കുന്നുണ്ട്. ഇതിന്റെ മുദ്രാലയത്തിന്റെ തുടക്കത്തെ കുറിച്ചും ഈ 25 വർഷത്തെ യാത്രയെ കുറിച്ചിട്ടൊക്കെ വളരെ സന്തോഷത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ നമുക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നത് സുപ്രിയ, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള സുപ്രിയ ഇങ്ങനെ ഒരു വിജയത്തിലെത്തി നിൽക്കുമ്പോൾ 25 വർഷത്തിൽ ഇവിടെ ആശംസയുമായിട്ട് ഇവിടെ കൂടെ എത്താൻ സാധിക്കുന്നതാണ്. എനിക്ക് മുദ്രാലയത്തിന്റെ കാര്യത്തിൽ എപ്പോഴും പറയണം തോന്നാറ്, എന്താ പറയാ ഒരു ഇന്റിമസി, ഒരു സുഹൃത്തിന്റെ സ്ഥാപനം എന്നുള്ള നിലയ്ക്കല്ല. ഒരു വൺസ് നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും, ഞാനൊരു ഡാൻസ് ടീച്ചറാണ്, എന്റെ നൃത്ത സ്ഥാപനത്തിന്റെ അരങ്ങേറ്റത്തിന്റെയും മറ്റും ഇൻവിറ്റേഷൻസ് ഒക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മളവിടെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഗതി, ഇത് ചെയ്യണല്ലോ സുപ്രിയ എന്ന് പറയും. പിന്നെന്താ നമുക്ക് ചെയ്യാലോ, ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതൊരു ഒട്ടും ചിന്തിക്കാതെ ചെയ്യാലോ എന്ന് പറയുകയും നമ്മള് അങ്ങട് ആഗ്രഹം പറഞ്ഞ് പ്രകടിപ്പിച്ച് പറയുന്ന അതിനേക്കാൾ ഒരുപാട് നല്ല രീതിയിൽ, അതിനേക്കാൾ മികച്ച രീതിയിൽ നമുക്ക് അതിന്റെ ഇൻവിറ്റേഷൻസ് ഒക്കെ ഇവിടുന്ന് അടിച്ചു തന്നിട്ടുണ്ട്. അതിന് എടുത്തു പറയേണ്ട ഒരു സംഗതി പങ്ക്ച്വാലിറ്റിയാണ്. സുപ്രിയ എനിക്കത് എത്ര ദിവസത്തിനുള്ളിൽ വേണട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 4 ദിവസത്തിനുള്ളിൽ വേണട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ സാധനം കിട്ടിയിട്ടുണ്ടാവും. ഈ ഓർഡർ പറഞ്ഞ് മിക്കവാറും ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ ഇങ്ങനെ മതിയോ നോക്കൂ, ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നു. അപ്പൊ അതെ, അതുപോലെ കട്ടയ്ക്ക് കൂടെ നിൽക്കണ സ്റ്റാഫും ഇവിടെ ഉണ്ട്, അത് പറയാണ്ട വയ്യ. സ്ത്രീ സംരംഭകയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന വനിതാ സ്റ്റാഫ് അംഗങ്ങളും ഉണ്ട്. അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടായിട്ടാണ് മുദ്രാലയം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. അപ്പൊ ഈ അക്ഷരങ്ങളുടെ ലോകത്ത് തുടങ്ങിയിട്ട് ഇന്നിപ്പോ നമ്മള് AI അല്ലേ അതിലേക്ക് നിൽക്കുന്ന സമയത്ത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജിയും കാര്യങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതും ഒരു പ്രധാന കാര്യമാണ്. ഏതൊരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഏതൊരു കരിയറിലും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അതും അതുപോലെ കൊണ്ടു നടക്കുന്ന ഒരു സംഗതിയാണ്. പിന്നെ നമ്മളിപ്പോ ഞാൻ ഇവിടെ വന്ന ശേഷം സുപ്രിയുടെ സുഹൃത്ത് കൂടെ വന്നിട്ട് ആശംസയൊക്കെ അർപ്പിച്ചിട്ട് പോയത് സ്കൂൾ കാലം മുതലാണ്. സുപ്രിയ ഫ്രണ്ട്ഷിപ്പിന് എപ്പോഴും അത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഏത് മേഖലയിലായാലും സ്കൂളിൽ കൂടെ പഠിച്ചവരാവാം, അല്ലെങ്കിൽ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടവരാവാം, എല്ലാ മേഖലയിലും സുപ്രിയക്ക് അത്രയും അടുത്ത സുഹൃത്തുക്കളുണ്ട്. എല്ലാവരോടും അത്രയും ഇന്റിമസിയോട് കൂടിയിട്ടാണ് പെരുമാറുന്നത്. അതിന്റെ ഒരു ഗുണം ഇവിടെ ഇപ്പോ നേരത്തെ അതന്നെയാണ് കേട്ടത്. ഒരു തവണ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ആളുകൾ വീണ്ടും ഇവിടെ തന്നെ വന്നു കഴിയുമ്പോൾ പിന്നെ ഞാനും അതെ ഒരു തവണ വന്ന് എനിക്കിപ്പോ എന്റെയും നൃത്തിരി എന്നാണ് എന്റെ ഡാൻസ് സ്കൂളിന്റെ പേര്. അതിന്റെ 25ാം വർഷമായിരുന്നു കഴിഞ്ഞ 2024. അപ്പൊ അതില് എന്റെ ഗുരുനാഥന്മാർക്കും നമ്മളെ ആദരിച്ചവരെ ആർട്ടിസ്റ്റുകൾക്കും ഒക്കെ കൊടുക്കാനുള്ള ട്രോഫീസ് ഒക്കെ ഇടുന്നതാണ് ഞാൻ ഓർഡർ ചെയ്ത് കൊണ്ടുപോയത്. ഏതാ എടുക്കേണ്ടത് കൺഫ്യൂഷൻ ആവുക ചെയ്യണം ശരിക്കും നോക്കി കഴിഞ്ഞു.
എല്ലാം ഒന്നിനൊന്ന് വെച്ചാണ്. അപ്പൊ നിങ്ങൾ തന്നെ എന്റെ പിന്നെ ഒരുപാട് കാണുന്നുണ്ട്. ഇപ്പൊ പിന്നെ ഇങ്ങനെ എല്ലാത്തിനും ഒരു അപ്രീസിയേഷൻ കൊടുക്കുന്ന ഒരു കാലമാണല്ലോ, സ്കൂളുകളിലായാലും അല്ലെങ്കിൽ ഏതൊരു സംഗതിയിലും. അപ്പൊ ആ വിജയങ്ങളൊക്കെ നമ്മൾ ആഘോഷിക്കുന്നത് ഇത്തരം എന്താ പറയാ ഭംഗിയേറിയ, എപ്പോഴും സന്തോഷത്തോടുകൂടെ ഓർത്ത് വെക്കാൻ പറ്റിയ, അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ട്രോഫീസ് ഒക്കെ അവിടെ ഉണ്ട്. ഏതൊരു പാറ്റേൺ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്തു തരുന്നതാണ്. അപ്പോ ഇനി അങ്ങോട്ട് ഉള്ള മുദ്രാലയത്തിന്റെ യാത്ര ഇതുപോലെ തന്നെ തിളക്കം കൂടി വരട്ടെ. ഈ രജത ജൂബിലി, സ്വർണവും ഒക്കെ കടന്നിട്ട് ഒരുപാട് വർഷങ്ങൾ ആഘോഷിക്കാൻ എന്റെ പ്രിയപ്പെട്ട സുപ്രിയയ്ക്കും മുദ്രാലയത്തിനും സാധിക്കട്ടെ. ഇവിടെ സുപ്രിയയ്ക്കും ഇവിടെ ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കും ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഒരുപാട് സ്നേഹത്തോടു കൂടി രജത ജൂബിലിയുടെ ആശാലയത്തിലെ ട്രോഫികളുടെ ഒരു വൈവിധ്യം കാണാൻ തുടങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ ഇതിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇത് സുപ്രിയുടെ അച്ഛൻ്റെ അമ്മയുടെയും 55ാമത്തെ വിവാഹ വാർഷികത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു സംഗതിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലോ, നമുക്ക് ഇതുപോലെയുള്ള വിവാഹ വാർഷികങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ അതിൻ്റെ ആ ഒരു പ്രൗഢി ചോർന്നു പോകാത്ത രീതിയിൽ അത്ര ഭംഗിയായിട്ട് വ്യത്യസ്തമായ ഡിസൈനുകളിലുള്ള ട്രോഫിയൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് പരീക്ഷയിൽ ഉയർന്ന വിജയം നേടുന്ന കുട്ടികൾക്കുള്ള ട്രോഫീസ് ആവാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വിവാഹ വാർഷികമോ അല്ലെങ്കിൽ വിവാഹമോ ഒക്കെ ആവുമ്പോൾ അവർക്ക് കൊടുക്കാവുന്ന ഒരു മെമൻറ്റോ പോലെ കൊടുക്കാവുന്ന സംഗതികളാവാം, ഒരു കൺഗ്രാജുലേഷൻ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ളതാവാം. അങ്ങനത്തെ ട്രോഫികളുടെ ഒരുപാട് ഡിസൈൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാതും എടുത്ത് കാണിക്കുക എന്നുള്ളത് നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ കണ്ണഞ്ചിപ്പോവും. വന്നു കഴിഞ്ഞാൽ ഏതെടുക്കണം എന്നുള്ളതായിരിക്കും ഡൗട്ട്. അങ്ങനെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. പിന്നെ ഇതിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ എന്തെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരാനുള്ള സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. ഇതൊക്കെയാണ് ചെറിയൊരു ഭാഗം ഇവിടെയുള്ള ട്രോഫികളുടെ. മുദ്രാലയത്തിൻ്റെ സാധനമാണെന്ന് തോന്നുന്നു അല്ലേ ഈ ഗ്ലാസ്സിലുള്ളത്. ഇപ്പം എനിക്കും ഞാൻ അന്നത്തെ രജതത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഡാൻസ് സ്കൂളിൻ്റെ വാർഷികത്തിന് വേണ്ടിയിട്ട് എടുത്തപ്പോഴും എടുത്തിരുന്നു. ഗ്ലാസ്സിൽ മിററായിട്ടുള്ളതും ഉണ്ട്, അങ്ങനെയുള്ളതും ഉണ്ട്. പിന്നെ ഇത്തരം ഷോ പീസുകൾ അത്യാവശ്യമുണ്ട്. ഇതൊക്കെയാണ് ഈ ഗ്ലാസ്സിലെ ട്രോഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പറയുന്ന കളറിൽ, പറയുന്ന ഡിസൈനിൽ, പറയുന്ന വാചകങ്ങൾ പ്രിൻറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റിൻ്റെ ഒരെണ്ണം ഇതൊന്ന് കാണിക്കും. ഇത് മിററാണ്. അങ്ങനെ അപ്പോൾ ഇത്തരത്തിലുള്ള ട്രോഫികളും ഇവിടെ ഉണ്ട്. ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഭംഗി തോന്നിയ ഒരു കാര്യം ഇതാണ്. ഇതൊരു വെഡിങ് ഇൻവിറ്റേഷനാണ്. ഇതാരോ ഒരു പാറ്റേൺ കണ്ടിട്ട് യൂട്യൂബിലോ മറ്റോ കണ്ടിട്ട് അവരോട് പറഞ്ഞപ്പോൾ, അപ്പോൾ അങ്ങനെ ഒരു സംവിധാനമുണ്ട് ഇവിടെ. പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ കസ്റ്റമേഴ്സിനെ എത്തിക്കുക എന്നുള്ളത് സുപ്രിയുടെ ഒരു വാശി പോലെയാണ്. കുഞ്ഞി ബട്ടർഫ്ലൈ വളരെ ക്യൂട്ടായിട്ടുണ്ട്. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന്റെ കളറും അതെ വളരെ ഐ കൂളിംഗ് ആയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി ഇത് കണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള വെഡിങ് ഇൻവിറ്റേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ട്രോഫീസ് ചെറുതും വലുതുമായിട്ടുള്ള പലവിധം ട്രോഫീസ് ഉണ്ട്. ഇത് ഇവിടെ ചെയ്ത ഇൻവിറ്റേഷന്റെ ഡിസൈനുകളുടെ ഒരു കളക്ഷനാണ് ഈ കാണുന്നത്. അപ്പൊ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര എണ്ണം വേണം എന്ന് പറയേണ്ട കാര്യമുള്ളൂ. പറഞ്ഞാൽ അത്രയും എണ്ണം അവര് ആ പറഞ്ഞ ഡിസൈനിൽ ആക്കി തരുന്നത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരം ഒരു ആവശ്യത്തിന്, ഒരു ആദരവിന്റെ കാര്യമായാലും ഇൻവിറ്റേഷൻ പ്രിന്റിങ്ങിന്റെ കാര്യമായാലും ധൈര്യമായിട്ട് നിങ്ങൾ പോകുന്നുള്ളൂ. തളിക്കോട്ട് മുദ്രാലയം പ്രിന്റിംഗ് പ്രസ് ആൻഡ് ഓഫീസിലേക്ക് നമ്മുടെ സുപ്രിയയുടെ സ്ഥാപനം.